ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ISROയുടെ അണ്ടറിൽ വരുന്ന VSSCയിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് അതേപോലെ സയന്റിഫിക് അസിസ്റ്റന്റ് ഈ രണ്ട് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 31/5/2025 നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് 4/6/2025 മുതലാണ്. ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 18/6/2025 ആണ്. നമുക്ക് അതിന്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലെവൽ 7 വരുന്നത്, അതിന്റെ സാലറി പാക്കേജ് വരുന്നത് 44,900 മുതൽ 1,42,400 രൂപ വരെയാണ് വരുന്നത്. അതിന്റെ ഇലക്ട്രോണിക്സുകാർക്കുണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, അതേപോലെ കുറച്ച് ട്രേഡുകളുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും വേക്കൻസിയും അതിന്റെ ക്വാളിഫിക്കേഷനും നോക്കാം. അതിൽ ഫസ്റ്റ് ഇലക്ട്രോണിക്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിരിക്കുന്നത് 27 ആണ്. അതേപോലെ അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇത്രയുമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് അവർ പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് മെക്കാനിക്കൽ നോക്കുകയാണെങ്കിലും 27 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അതിന് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ടോട്ടല് 12 വേക്കൻസീസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജി, ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ വരുമ്പോൾ നമുക്ക് 6 വേക്കൻസീസ് ആണ് വരുന്നത്. അതിന് വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആണ് വേണ്ടത്. ഓട്ടോമൊബൈലിന് 1 വേക്കൻസി ആണുള്ളത്, സിവിലിന് 2 വേക്കൻസി ആണുള്ളത്. ഇതിനെല്ലാം വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ്. റിലവന്റ് ഫീൽഡിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് വേണ്ടത്. പിന്നീട് വരുമ്പോൾ സയന്റിഫിക് അസിസ്റ്റന്റിലേക്ക് വരുമ്പോൾ അതും ലെവൽ 7 പോസ്റ്റ് തന്നെയാണ്. 44,900 മുതൽ 1,42,400 രൂപ തന്നെയാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതിന്റെ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഡിഗ്രി കഴിഞ്ഞവർക്ക്, BSc ഡിഗ്രി കഴിഞ്ഞവർക്ക് വരുന്നതാണ് 2 പോസ്റ്റുകളാണ് സയന്റിഫിക് അസിസ്റ്റന്റിൽ വരുന്നത്. അതിൽ ഫിസിക്സിന് 4 വേക്കൻസീസ് ഉണ്ട്. അതിന് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിക്സ് ആണ് വേണ്ടത്. അതേപോലെ കെമിസ്ട്രി കഴിഞ്ഞവർക്ക് 1 വേക്കൻസി ആണുള്ളത്. അതിന് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ്. നെക്സ്റ്റ് ഈ പോസ്റ്റുകളുടെ രണ്ടിന്റെയും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. നമുക്കിതിന്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് റിട്ടൺ ടെസ്റ്റും അതേപോലെ സ്കിൽ ടെസ്റ്റും ഉണ്ട്. 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് റിട്ടൺ ടെസ്റ്റിൽ വരുന്നത്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കും, അതേപോലെ തെറ്റുന്ന ക്വസ്റ്റ്യൻസിന് 0.33 മാർക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കും. അതേപോലെ ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ് ആണ്. പിന്നീട് വരുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ ആണ്. അതായത് UR കാറ്റഗറിക്കൊക്കെ 100-ൽ 50 മാർക്ക് മതിയാവും. പിന്നീട് വരുന്ന അതർ റിസർവ്ഡ് കാറ്റഗറീസിൽ വരുന്നവർക്ക് 100-ൽ 40 മാർക്കാണ് സ്കിൽ ടെസ്റ്റിന് വേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ റിട്ടേൺ ടെസ്റ്റിനുള്ള എക്സാം സിറ്റി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 3 സിറ്റികളാണുള്ളത്. അത് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, ഈ 3 സിറ്റികളിൽ നമുക്ക് എക്സാം സെന്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ആപ്ലിക്കേഷനായിട്ടൊരു പേയ്മെന്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 750 ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. അത് ഫീമെയിൽസ് അതേപോലെ SC ST എക്സ് സർവീസ്മെന്റിനൊക്കെ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് അവർക്ക് റീഫണ്ട് ആവും. ബാക്കിയുള്ളവർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ബാക്കിയുള്ളവർക്കും ഒക്കെ 500 രൂപ ബാക്കി ബാങ്ക് ചാർജിങ് പിടിച്ചു കഴിഞ്ഞ് ബാക്കി 500 റുപ്പീസ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. പിന്നീട് വരുന്നത് നമ്മുടെ ഈ എക്സാം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് നമ്മൾ ഓൺലൈനിലൂടെയാണ്. അപ്പം നമ്മുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ നമ്മുടെ VSSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ആ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കെയർഫുൾ ആയിട്ട് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ നോട്ട് ചെയ്ത് നിങ്ങളത് അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ ഓൺലൈനിലൂടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ 18/6/2025 മുമ്പ് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ISRO VSSC ടെക്നിക്കൽ അസിസ്റ്റന്റിനായിട്ട് നമുക്ക് കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മൾ ഉടൻ തന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതേപോലെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാവിധ കണ്ടന്റും അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.